ഹായ് എവ്രി വൺ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൺവെർജൻസ് ടു IFRS എന്ന ചാപ്റ്ററിലെ പാർട്ട് 3 വീഡിയോ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് IFRS? സ്റ്റേറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് IFRS. 2019 BComന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. IFRS ആർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ ഇഷ്യൂഡ് ബൈ ദി International Accounting Standard Board IASB with the objectives of providing a common accounting language to increase transparency in the presentation of financial information. അടുത്ത കാലത്തായി അക്കൗണ്ടിങ്ങിലുള്ള മാൽ പ്രാക്ടീസസ്, അതുപോലെ ബിസിനസ്സുകൾ ഒരുപാട് ഫെയിലിയർ ആവുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്തു. ആ ഒരു സ്റ്റഡി ഗ്രൂപ്പാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പ് വീണ്ടും ഒന്നുകൂടെ അക്കൗണ്ടിങ്ങിനെ ഒന്നും കൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് രൂപീകരിച്ചു. ആ രൂപീകരിച്ചിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളാണ് IFRS എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ IASB ആർ നോൺ ആസ് IFRS. ഈ IASB എന്ന് പറയുന്ന ഇതിൻ്റെ ആദ്യകാലത്തെ രൂപമാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ കമ്മിറ്റിയാണ് പിന്നീട് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഒരു സുതാര്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ IFRS രൂപീകരിച്ചിട്ടുള്ളത്. ആരാണ് രൂപീകരിച്ചിട്ടുള്ളത്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. അതുകൊണ്ടാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ IASB ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ പേരാണ് IFRS എന്ന് പറയുന്നത്. IFRS are principles, basic standards, interpretation and the framework adopted by IASB. അപ്പം നമ്മൾ ആൾറെഡി പറഞ്ഞു, IASB ആണ് IFRS ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ്സ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഫ്രെയിംവർക്ക്. ഇതൊരു സ്റ്റാൻഡേർഡ്സ് ആണ്, പ്രിൻസിപ്പിൾസ് അല്ല, സ്റ്റാൻഡേർഡ്സ് ആണ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഫ്രെയിംവർക്ക്. IASB ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം എന്നതിന് പ്രസ്താവിക്കുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത്. ഓൾഡർ നെയിം ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതിൻ്റെ ആദ്യകാലത്തെ പേരാണ് IAS എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് പിന്നീട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡായി മാറിയിട്ടുള്ളത്, IASB ആയി മാറിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യകാലത്തെ രൂപമാണ് IASC എന്ന് പറയുന്നത്. ന്യൂ നെയിം IFRS. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന IFRS എന്ന് പറയുന്നത്. ആദ്യത്തെ ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് IFRS രൂപീകരിച്ചിട്ടുള്ളത്. അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് IFRS. To establish a universal language for the companies to prepare the accounting statements. ഇത് ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളത്, നമ്മുടെ ലോകത്താകമാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ്, അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് IFRS എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ, മേക്ക് ദ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രെഡിബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം തന്നെ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ, ഇറ്റ് മേക്സ് ഇന്റർനാഷണൽ കമ്പാരിസൺ ആൻഡ് അനാലിസിസ് ആൻഡ് ഈസി ടാസ്ക്. ഇത് ഒരു രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ ലോകത്താകമാനം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കമ്പാരിസണൊക്കെ ഇത് കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട്. IFRS issued with the intention of applying standards across the globe on a consistent basis. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്താകമാനം നടപ്പിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റന്റ് ബേസിൽ മറ്റുള്ള കമ്പനികളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും നമ്മുടെ കമ്പനികളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാനും എല്ലാം നമുക്ക് സാധ്യമാകുന്നുണ്ട്. എൻഷുർ ഹൈ ക്വാളിറ്റി ട്രാൻസ്പെറൻറ്റ് റിപ്പോർട്ട്. ഈ IFRS നടപ്പിലാക്കുന്നതിനോട് അല്ലെങ്കിൽ IFRS വഴി നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെനിഫിറ്റ്സ് ഓഫ് IFRS കൺവേർജൻസ്. ഇത്
2018, 19 എന്നീ വർഷങ്ങൾ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിനു മുന്നേ നമുക്ക് എന്താണ് ഈ IFRS കൺവെർജൻസ് എന്നറിയണം. മീനിങ് ഓഫ് IFRS അഡോപ്ഷൻ ഓർ IFRS കൺവെർജൻസ്. ഫസ്റ്റ് വൺ, IFRS adoption means adoption of IFRS as it is, that means in toto. ഇതിൽ രണ്ട് ടേം ആണ് വരുന്നത്. ഒന്ന് IFRS adoption, മറ്റൊന്ന് IFRS convergence. ഇവിടെ ചോദിച്ചിട്ടുള്ളത് IFRS കൺവെർജൻസിന്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് IFRS അഡോപ്ഷൻ എന്താണെന്ന് നോക്കാം. IFRS അഡോപ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ IFRS സ്റ്റാൻഡേർഡ്സുകൾ മൊത്തമായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് IFRS അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഈ IASB ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ IFRS സ്റ്റാൻഡേർഡ്സുകളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് IFRS അഡോപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻ ടോട്ടോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ്. നെക്സ്റ്റ് ടേം ആണ് IFRS കൺവെർജൻസ്. IFRS കൺവെർജൻസ് മീൻസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എ കൺട്രി കൺവേർജ്ഡ് വിത്ത് IFRS എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ IFRS കൺവെർജൻസ് എന്ന് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ദാറ്റ് മീൻസ് ആ ഒരു കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും IFRSിലുള്ള കുറച്ച് ഭാഗങ്ങൾ ആ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ കൂട്ടിച്ചേർക്കപ്പെടാം. എന്ന് വെച്ചാൽ IFRS അഡോപ്ഷനിൽ IFRS കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ IFRS കൺവെർജൻസിൽ എല്ലാതും നമ്മൾ എടുക്കുന്നില്ല. പകരം അതിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അതാണ് IFRS കൺവെർജൻസ് എന്ന് പറയുന്നത്. IFRS കൺവെർജൻസ് മീൻസ് ടു അച്ചീവ് ഹാർമണി വിത്ത് IFRS കൺവെർജൻസ് എന്ന് പറയുന്നത് ടു അച്ചീവ്, എന്ത് അച്ചീവ് ചെയ്യുന്നുണ്ട്? ഒരു ഈക്വേഷൻ വരുത്തുന്നുണ്ട് IFRS കൺവെർജൻസിൽ. ദാറ്റ് മീൻസ് IFRSന്റെ കുറേ പാർട്ടുകൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് IFRS കൺവെർജൻസ്. ഇനി ഈ ഒരു IFRS കൺവെർജൻസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബെനിഫിറ്റ്സ് ദി എക്കോണമി ബൈ ഇൻക്രീസിംഗ് ദി ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് ഗ്ലോബൽ ബിസിനസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കൺട്രിയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതല്ല, ലോകത്താകമാനം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സെർട്ടൻ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസും മറ്റും നടത്തുമ്പോൾ നമുക്ക് കമ്പാരിസൺ, മറ്റു രാജ്യങ്ങളുമായി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ, ട്രേഡൊക്കെ നടത്തുമ്പോൾ അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് വർക്കുകൾ, നമ്മുടെ അക്കൗണ്ടിങ് വർക്കുകൾ, ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഇത് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. അതുവഴി നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്ത് തന്നെ ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സെക്കൻഡ് വൺ, ഫെസിലിറ്റേറ്റ്സ് ഇന്റർനാഷണൽ ബിസിനസ്. ഇത് നമ്മൾ പറഞ്ഞു, ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതൽ സുതാര്യമാകുമ്പോൾ ഇത് ട്രേഡിനെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, എക്കോണമി അട്രാക്ട് മോർ ഫോറിൻ ക്യാപിറ്റൽ അറ്റ് ലോവർ കോസ്റ്റ്. IFRS അപ്ലൈ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഫോറിൻ ക്യാപിറ്റൽ, അഥവാ നമുക്ക് ഫോറിൻ രാഷ്ട്രങ്ങളിൽ പോയിട്ട് ബിസിനസ് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് ബിസിനസ് ചെയ്യാം. കാരണം എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത് ഒരേ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, കൺവെർജൻസ് വിത്ത് IFRS മേക്സ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ മോർ റിലയബിൾ, റെലവൻറ്റ്, ടൈംലി ആൻഡ് കമ്പയറബിൾ. IASB ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ IFRS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എല്ലാം തന്നെ ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ കൂടുതൽ റിലയബിൾ ആണ്, റെലവൻ്റ് ആണ്, ടൈംലി ആൻഡ് കമ്പയറബിൾ. മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു കമ്പനികളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ കമ്പയർ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് കോൺഫിഡൻസ് എമംഗ്സ്റ്റ് ദി ഇൻവെസ്റ്റേഴ്സ്. ഇത്തരത്തിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലൈ വിത്ത് മോർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് റിലയബിൾ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൂടുതൽ റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ ക്യാൻ പ്രൊവൈഡ് ദെയർ സർവീസ് ത്രൂ ഔട്ട് ദി വേൾഡ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കൺട്രിയിൽ മാത്രം ഉള്ളതല്ല, ലോകത്താകമാനം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസിന് എവിടെ വേണമെങ്കിലും അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ടു ടാക്സ് അതോറിറ്റീസ് ആൻഡ് റിസർച്ചേഴ്സ്. ഒരു കമ്പനിയുടെ പെർഫോമൻസ് അറിയാൻ താല്പര്യമുള്ള ആളുകളാണ് നമ്മുടെ ഗവൺമെൻറ്, റിസർച്ചേഴ്സ് ഇവരൊക്കെ.
അപ്പോൾ ടാക്സ് അതോറിറ്റി ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിന് ഈ കമ്പനികളുടെ പെർഫോമൻസ് ഒക്കെ അറിയാൻ താല്പര്യം. അപ്പോൾ അത് ഇത്രത്തോളം കൃത്യനിഷ്ഠയോടുകൂടി നടപ്പാക്കുമ്പോൾ അത് ഗവൺമെൻറ്റിനൊക്കെ കൂടുതൽ ബെനിഫിറ്റ്സ് ആണ്. ടാക്സ് കളക്ട് ചെയ്യുന്നതിനൊക്കെ അവർക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ റിസർച്ചേഴ്സും. ലാസ്റ്റ് വൺ, ഇംപ്രൂവ് കമ്പാരബിലിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളായിട്ടുള്ള ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ചേഞ്ച് ഇൻ ഇക്വിറ്റി പൊസിഷൻ, ഇതെല്ലാം തന്നെ മറ്റു കമ്പനികളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ക്വാളിറ്റി ഉറപ്പാക്കുന്നത് കൊണ്ട് തന്നെ IFRS കൂടുതൽ സുതാര്യമാണ്.